ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇടുന്നത്. മഞ്ഞൾപ്പൊടി പാകത്തിന്. ഇനി മുളക് പൊടി എരിവിനനുസരിച്ച് കുറച്ച് കളർ കിട്ടുന്നതൊക്കെ ആണെങ്കിൽ അങ്ങനെ ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഒപ്പം ചേർത്താൽ മതി, അപ്പോൾ നല്ല കളർ കിട്ടും. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി പച്ചമുളക് പേസ്റ്റ്, ഇതൊക്കെ നന്നായി പേസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളതിക്കിടാം. പിന്നെ ഗരം മസാലയുടെ പേസ്റ്റ്. ഈ മല്ലിച്ചപ്പ് നന്നായി പേസ്റ്റ് ആക്കിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, ഏകദേശം പുളിക്കനുസരിച്ചാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ കോക്കനട്ട് ഓയിലും. അപ്പോൾ ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായി മിക്സായി ഒരു പരുവായതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിയാം. നാരങ്ങ നീര് ഒരൽപ്പം ചേർക്കുക. നമുക്ക് 1 നാരങ്ങ മുഴുവനും ഇതിലേക്ക് പിഴിയണം. അപ്പോൾ നല്ല ഈ നാരങ്ങയുടെ ആ തൈരിൻ്റെ ഒക്കെ പുളി മുന്നിക്ക് നിൽക്കുള്ളൂ. അപ്പോൾ ആ പുളി മുന്നിക്ക് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ചിക്കൻ്റെ നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ മസാല നന്നായി പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഇട്ട എല്ലാതും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണമെങ്കിൽ ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലേ ഈ മസാലകളൊക്കെ ഒരുമിച്ച് ചേർന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് അരമണിക്കൂറിന് ശേഷം ഇത് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ തുടങ്ങാം. ഇപ്പം നമ്മൾ കൂട്ടി വെച്ച മസാല ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് പുരട്ടാനാണ് നമ്മൾ പോണത്. അപ്പം നമുക്ക് ചിക്കൻ ഇടാം. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് മസാല പുരട്ടാൻ പോകുന്നു, പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കനിലേക്ക് മസാല പുരട്ടുകയാണ്. അപ്പോൾ ഈ ചിക്കൻ കീറിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇതേപോലെ വരഞ്ഞു വെച്ച ചിക്കനാണ് നമ്മളിതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇത് വരയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ അതിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് ഇറങ്ങി ചിക്കന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കനിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് എടുക്കാൻ പാടുള്ളൂ. ഇപ്പം നന്നായിട്ട് മസാല തേച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂറിന് ശേഷം എടുക്കാം. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ലിലേക്ക് ഇടാം.
നമ്മൾ 6 വെച്ചു. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇത് അടച്ച് അപ്പൊ കനലൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചേക്കണം. നല്ല ചൂടുണ്ട്. അപ്പൊ നമ്മള് ഇനി ഗ്രില്ല് ഇതുമേക്ക് വെക്കാൻ പോവാട്ടോ. കനല് ഇങ്ങനെ ഇടയ്ക്ക് മിന്നി കൊടുത്താൽ മതി. നല്ല കനലുണ്ട്, നല്ല ചൂടുണ്ട്, നല്ല ചൂടാണ്. സ്മെല്ലൊക്കെ ഇങ്ങനെ ആയി വരുന്നതിന്റെ സ്മെല്ലൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മളിത് തിരിച്ചു വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്. അങ്ങനെ ഒന്നിങ്ങനെ മിന്നി കൊടുത്താൽ മതി. കനല് നന്നായി കത്തുണ്ട്. ഗ്രില്ലടിച്ചിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കണേ. ഇത് നിമിഷം തയ്യാറാവും. നല്ല സ്മെല്ലൊക്കെ വന്നിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. എനിക്കിപ്പൊ തന്നെ ഇത് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇതാവാനുള്ളൊരു ക്ഷമയിലാണ് ഞാൻ. അപ്പൊ നമ്മളെ ഗ്രില്ലഡ് ചിക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഈ ഭാഗം ഓക്കെ, ഈ ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിത് എടുക്കാൻ പോകണം കേട്ടോ. ഇതാ നമ്മളതായിട്ടുണ്ട്. നമ്മളിതിങ്ങനെ എടുത്തോണ്ടിരിക്കണം. നല്ല ചൂടാണ്, നല്ല മണമുണ്ട്. അതിൽ വെള്ളം ഊറുക. അങ്ങനെ നമ്മുടെ ഗ്രില്ലഡ് ചിക്കൻ തയ്യാറായി. ഇനി ഞങ്ങളിത് കഴിക്കാൻ പോവാട്ടോ. നന്നായി വന്നിട്ടുണ്ട്. വേവില്ല എന്നല്ല, പേടിയൊന്നും വേണ്ട. നന്നായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം സൂപ്പറാണ്. വയറ് വെള്ളം വരുന്നുണ്ട്. പിന്നെ എന്താ, ഇത് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കൊണ്ടു. നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഇനി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.